നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അബൂ ലംലമിനെ പോലെ ആവാൻ എന്താ പ്രയാസം? അപ്പൊ അബൂ ലംലം എന്ത് ചെയ്യും? നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞു പോയ ആളാണ്, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളാണ്. അദ്ദേഹം ഒരു പാറപ്പുറത്ത് വന്നിട്ട് അങ്ങനെ വിളിച്ചു പറയും, അല്ലാഹുവേ, എല്ലാവരും പൈസ ഉള്ളവരൊക്കെ കൊടുത്തു റബ്ബേ, എന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല. എന്റെ അഭിമാനമുണ്ട്, ഞാൻ അത് സ്വതക്ക ചെയ്യാണ് റബ്ബേ. എന്നെ ആരെല്ലാം ചീത്ത വിളിക്കുന്നുണ്ടോ, ആരൊക്കെ പരിഹസിക്കുന്നുണ്ടോ, അല്ലാഹുവേ, ഞാൻ അവർക്ക് എന്റെ അഭിമാനം ദാനമായി കൊടുത്തു റബ്ബേ. എനിക്ക് ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല റബ്ബേ. എന്നെ അപമാനിച്ചവർക്ക് ഞാൻ പകരം അപമാനിക്കൂല റബ്ബേ. എന്നെ ചീത്ത വിളിച്ചവരോട് ഞാൻ പകരം ചോദിക്കില്ല റബ്ബേ. എന്നെ കളിയാക്കിയവരോട് ഞാൻ നാളെ പകരം ചോദിക്കൂല. എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തു എന്ന് പറഞ്ഞൊരു മഹാനെയാണ് നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്, അബൂ ലംലം റഹ്മത്തുള്ളാഹി അലൈഹി. തങ്ങൾ ചോദിക്കുക, നിങ്ങൾക്കൊക്കെ അങ്ങനെ ആവാൻ പറ്റൂലേ? എല്ലാറ്റിനും പകരം വീട്ടാൻ നടക്കുകയാണോ? അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ മൊത്തം നടക്കല്ലേ? ഒരു കാര്യം നടന്നാൽ പിന്നെ പകരം വീട്ടുക, എന്നാ കാണിച്ചു തരാന്ന് പറയാ. എന്നിട്ട് അടി പള്ളിന്റെ മുമ്പിലൊക്കെ ഒച്ചപ്പാടും ബഹളം എന്തൊക്കെയാ കണ്ടത്. സുബ്ഹാന ജല്ല ജലാലു. ഉന്തും തള്ളും അള്ളാന്റെ മസ്ജിദിന്റെ മുമ്പിൽ. യാ അല്ലാ, എന്തൊരു വിഷമമാണ്, എന്നാണ് റബ്ബേ ഇതൊക്കെ തീരുക? അള്ളാഹു ബോധം കൊടുക്കട്ടെ. ഇബ്ലീസ് തലയിൽ കയറി കളിക്കുകയാണ്, നമ്മൾ നിന്ന് കൊടുക്കരുതേ. ഒരാളും ഒരാളെയും ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ പ്രഹരിക്കുകയോ ഒന്നും ചെയ്യാൻ അള്ളാഹു അനുവാദം തന്നിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ ചെയ്യുന്നത്? അബൂ ലംലം ആരായിരുന്നു നബിയെ? തങ്ങൾ പറഞ്ഞു, അബൂ ലംലം നേരം വെളുത്താൽ വന്ന് പറയും, അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി ഖദ് തസദ്ദഖ്തുൽ യൗമ ബിഇർളി, അല്ലാഹുവേ, ഞാൻ ഇന്ന് എന്റെ അഭിമാനം നിനക്ക് സ്വതക്ക നൽകിയിരിക്കുന്നു റബ്ബേ. എന്റെ അഭിമാനം ഞാൻ നിനക്ക് ദാനം നൽകി. അലാ മൻ ളലമനി, എന്നെ ആക്രമിച്ചവനെ, ഫമൻ ളറബനി ലാ അദ്രിബുഹു, എന്നെ അടിച്ചവനെ ഞാൻ തിരിച്ചടിക്കുകയില്ല റബ്ബേ. വമൻ ശതമനി ലാ അശ്തുമുഹു, എന്നെ ചീത്ത വിളിച്ച ആളെ ഞാൻ പകരം ചീത്ത വിളിക്കില്ല. വമൻ ളലമനി ലാ അദ്ലിമുഹു, എന്നെ ഉപദ്രവിച്ചവനെ ഞാൻ പകരം ഉപദ്രവിക്കുകയില്ല അല്ലാഹ് എന്ന് പറഞ്ഞ അബൂ ലംലമിനെ പോലെ ആവാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിക്കൂടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ പോലെ നിങ്ങൾക്ക് ആയിക്കൂടെ? അപ്പൊ അബൂ ലംലമിനെ പിൻപറ്റാൻ എന്ത് ചെയ്യാ? പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ, ചീത്ത വിളിക്കുന്നവര് ചീത്ത വിളിച്ചോട്ടെ, പരിഹസിക്കുന്നവര് അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവും ഈ പരിഹസിക്കുമ്പോ. അപ്പൊ അവര് സന്തോഷിച്ചോട്ടെ, അവര് സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അൽഹംദുലില്ലാ. അങ്ങനെ ചിന്തിച്ചാൽ എന്തൊരു റാഹത്താണ്. നമ്മൾ എന്തിനായി ഓരോരുത്തർക്കും മറുപടി കൊടുക്കാനും, അവർക്ക് മറുപടിക്ക് മറുപടി, പിന്നെ അതിന് വേറെ മറുപടി, എന്തിനു മറുപടി പോയി പറയണത് പിന്നെ മനസ്സിലാവാത്ത കോലത്തിലായി പോകും. എന്തിനു പറയുന്നവര് പറയട്ടെ, നമ്മൾ നല്ല കാര്യം മാത്രം പറഞ്ഞു കൊടുക്കുക, നന്മ മാത്രം ദഅവത്ത് ചെയ്യുക. അല്ലാത്ത ഫിത്നയുടെയും ഷർറിന്റെയും അഹലുകാര് ലോകത്തുണ്ടാവും, അവരവരുടെ പണിയെടുക്കും. പക്ഷേ ഹിദായത്തിന്റെയും നന്മയുടെയും ആളുകൾ അവരുടെ ദഅവത്തിന്റെ പണിയെടുക്കണം. അവരെന്ത് ചെയ്യരുത്? മറുപടി പറഞ്ഞുകൊണ്ട് സമയം കളയരുത്. ദീൻ ഹക്കായിട്ട് പറഞ്ഞു കൊടുക്കുക, സത്യം സത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അബൂ ലംലമിനെ പോലെ നമുക്ക് ആവാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരോടും പകരം വീട്ടണ്ട, അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അള്ളാഹു സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ونركز اللي يقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.